ഷാക്കിർ അതിന് മറുപടി പറയാതെ ഷാക്കിർ ഉടനെ എന്തുകൊണ്ട് വരും, സുഗതനിലേക്ക് ഓടും. ഷാക്കിർ അതിന് കഴിഞ്ഞ് തിരിഞ്ഞു വന്നിട്ട് സെൻകുമാറിലേക്ക് പോകും. ഞാൻ പറഞ്ഞ ഷാക്കിർ അവിടെ നിൽക്ക്, നമുക്ക് ഈ ഒരു വിഷയം തീർത്തിട്ട് പോകാം. നമ്മുടെ വിഷയം ഇവിടെ RSS ആണല്ലോ. വെള്ളം പൂശാൻ ശ്രമിക്കല്ലേ നിങ്ങളല്ലേ സതീശനെ ഞാൻ ഇന്നേ വരെ RSSന്റെ പരിപാടി പോയിട്ടില്ലെന്നേ. ഞാൻ RSS സതീശൻ എന്തിനാ RSSന്റെ പരിപാടിയിൽ പോയി എന്നുള്ളൊരു മറുപടി ഉണ്ട് സാർ. ലോണ് കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എന്താണോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? വൈസ് ചാൻസലർ ഈ യോഗത്തിൽ പങ്കെടുത്തതുകൊണ്ട് എന്തോ വലിയ കാര്യങ്ങൾ സംഭവിക്കും എന്നതുകൊണ്ടല്ല. പക്ഷേ ഈ ചെറിയ ചലനങ്ങൾ പോലും നിരീക്ഷിച്ച് അത് ഭാവിയിൽ അതൊരു വലിയ സ്ഫോടനങ്ങളായി മാറാതിരിക്കാൻ, അതാണല്ലോ ഈ മുസ്തഫ പറഞ്ഞതിന്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. ശ്രീ മഞ്ജുഷ്, അത് വെറും വിവരക്കേട് മാത്രമാണ്. കാരണം പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ശ്രീ ഷാക്കിർ പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അത് രണ്ടും നുണയാണ് എന്നുള്ളത് നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അറിയാവുന്ന കാര്യമാണ്. ഇതേപോലെയുള്ള കാര്യങ്ങളെ വെറുതെ വലിയ നുണകൾ ഇങ്ങനെ പ്രചണ്ഡമായിട്ട് അടിച്ചിറക്കുക എന്ന് പറയുന്നതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം. അത് വല്ല ഇവനറിയോ സാറേ? എടാ ഒന്നും മിണ്ടാതിരിക്കാളിയ മണ്ടത്തരം പറയല്ലേ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ VC ആയിരുന്ന സമയത്ത് ശ്രീ PK അബ്ദുൽ അസീസ് അദ്ദേഹം ഒരിക്കൽ കേരളത്തിൽ വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്നൊരു 15 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ടാവും. അന്ന് വന്ന സമയത്ത് അദ്ദേഹം പാണക്കാട് പോയിട്ട്, അന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്, അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹത്തെ കണ്ടത് എന്തിനാ? വേണമെങ്കിൽ ആൾക്കാർക്ക് വിവാദം ഉണ്ടാക്കാം. പാണക്കാട് തങ്ങളെ വന്ന് കാണുന്നത് എന്തിനാണ്? തങ്ങളുടെ അവിടെ നിന്നല്ല ഇവിടുത്തെ സിലബസ് കൊണ്ടുപോകുന്നത്. പോലെ കാവ്യവൽക്കരണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതാണ് ആശങ്കയെങ്കിൽ അതിന് തെളിവുകൾ വേണം. അതല്ലാതെ കേവലം ഇവർ ഈ പറയുന്ന ശ്രീ മുസ്തഫയാണെങ്കിലും ഷാക്കിർ ആണെങ്കിലും മറ്റെല്ലാവരും പറയുന്ന ആരോപണത്തിന് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: അയാളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അയാൾ വരുന്ന പ്രസ്ഥാനവും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ കാണാൻ പോകണ്ട. അതെന്ത് തരത്തിലുള്ള ജനാധിപത്യ സംസ്കാരമാണ്? അത് സത്യത്തിൽ ഒരു പ്രത്യയശാസ്ത്ര പോലീസിംഗ് അല്ലെങ്കിൽ സദാചാര പോലീസിംഗ് എന്ന് വേണം അതിനെ വിളിക്കാൻ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സത്യത്തിൽ ഒരു VC ഒരു പരിപാടിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സർവകലാശാല കാവ്യവൽക്കരിക്കപ്പെടും എന്ന ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ABCD അറിയാത്തതുകൊണ്ടാണ്. ഇനി ഈ മീറ്റിംഗിൽ പോയതിനു ശേഷം ബ്രെയിൻ വാഷ്ഡ് ആയിട്ട് വന്നിട്ട് ഈ VC ഒറ്റയ്ക്ക് ഒരു പേപ്പറിൽ എഴുതി കുറെ കാര്യങ്ങൾ നാളെ മുതൽ നടപ്പാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാക്കാനായിട്ടാണോ ഈ സംവിധാനം ഉള്ളത്? എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അപ്പൊ ഇത് ഈ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുന്ന സമയത്ത് ഞങ്ങൾ ഇതിന്റെ ആശങ്ക അറിയിക്കുന്നു എന്നുള്ളതല്ല. ഒരു കാര്യവുമില്ലാതെ വെറുതെ പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞു വിളിച്ചുപോയി ആൾക്കാരിൽ ആശങ്ക ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വേറെ പല ന്യായങ്ങൾ പറയും. ഇപ്പൊ കേട്ടില്ലേ നമ്മൾ അക്കാദമിക് മൂല്യം ഇല്ലാത്ത പരിപാടികളിൽ പോകുന്നു. ഞാൻ പറഞ്ഞത് ഈ പോകുന്ന പരിപാടിക്ക് അക്കാദമിക് മൂല്യം ഉണ്ടോ ഇല്ലെന്ന് ആരാ തീരുമാനിക്കുന്നത്? സമസ്തയാണോ തീരുമാനിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയാണോ തീരുമാനിക്കുന്നത്? ഒന്ന് അദ്ദേഹം പറഞ്ഞത് മുസ്തഫ മുണ്ടുമാഷ്ക്ക് വിവരക്കുറവാണ്. ഞാൻ പറഞ്ഞത് കളവാണെന്നാ. ഈ കളവും വിവരക്കേടും അതുപോലെ തന്നെ പിന്നെ വളരെ മോശപ്പെട്ട രാജ്യത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനവും എല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ RSS. ഇല്ല, നിങ്ങൾ RSSന് വെള്ളം പൂശാൻ ശ്രീജിത്ത് പണിക്കറോ മഞ്ജുഷോ ആര് ശ്രമിച്ചാലും അവർ രാജ്യദ്രോഹികളാണ്, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളാണ്, അവർ രാജ്യത്തെ വിഭജനത്തിന്റെ ആളുകളാണ്. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞത് അവർ പിന്നെ സർക്കാർ സ്പോൺസേർഡ് കൊലപാതകങ്ങൾ ആസൂത്രിതം നടക്കുന്നത് തെറ്റാണ്. നിങ്ങൾ എന്തിനാണ് ശ്രീജിത്ത് പണിക്കർ ഇത്തരം പിന്നെ വസ്തുതകൾ വളച്ചു വെക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബീഹാർ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ പ്ലീസ്. സമാധാനമായി ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം. ഇവിടെ ശ്രീജിത്ത് ഉന്നയിച്ച കാര്യമുണ്ടല്ലോ, 2006 പറവൂരിൽ VD സതീശൻ ഗോൾവൽക്കറുടെ ശതാബ്ദിയിൽ പങ്കെടുത്ത കാര്യം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ മാപ്പ് പറയണമെന്ന ആവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ഇത് റിവേഴ്സ് ചെയ്ത് വരുന്നുണ്ട് അന്നത്തെ കാര്യവും. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ VD സതീശന്റെ വക്താവായി ഇവിടെ വന്നിരിക്കല്ല, അദ്ദേഹം തന്നെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ പ്രതിരോധത്തിലാക്കാമെന്ന് നിങ്ങൾ കരുതുന്നില്ല, അത് നടക്കുന്ന കാര്യം. ശ്രീ രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞു, നിങ്ങൾ RSSന്റെ ഒരു കലാപരിപാടികളും ഒരു അജണ്ടയും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല, അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. ആർലേക്കറല്ല, അതിനപ്പുറത്തുള്ള RSS ഏജന്റ് വന്നാലും അത് ഈ കേരളക്കരി നടപ്പിലാവില്ല എന്ന് തീർച്ചയായിട്ടും പറയാം. ഓ, ഇനി ആരെ കൊണ്ടാ ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കേ ഈശ്വര. മറുപടി അല്ല, എന്തിനാണ് മറുപടി പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ശ്രീ ഷാക്കിറിനോട് വളരെ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നത് ഇവിടെ ആൾക്കാർക്ക് എല്ലാവർക്കും കാണാം. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. താങ്കൾ ഈ RSSന് മേൽ ആരോപിച്ചിരിക്കുന്ന ഗാന്ധിവധം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ RSSന്റെ തലപ്പത്തുണ്ടായിരുന്ന MS ഗോൾവൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 2006 പറവൂരിലുള്ള ഒരു സ്കൂളിൽ ശ്രീ VD സതീശൻ അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി. സന്തോഷായി, നല്ല സന്തോഷായി. ആ ചടങ്ങിൽ അദ്ദേഹം സംബന്ധിച്ചു. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഏതാനും മാസങ്ങൾക്ക് മുൻപ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഇതിന്റെ ചിത്രമടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് സതീശൻ മിണ്ടില്ല ഒരു അക്ഷരം എന്ന് പറഞ്ഞതിന് ശേഷം ശ്രീ സതീശൻ മിണ്ടിയിട്ടില്ല. സതീശനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് സതീശൻ അതിനെപ്പറ്റി പറയുന്നില്ലെന്നേ.
അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് 2022 ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ 2001-ലും 2006-ലും ശ്രീ വി ഡി സതീശൻ പറവൂരിൽ RSSനോട് പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ള ഒരു പരസ്യമായിട്ടുള്ള പ്രഖ്യാപനം വന്നതിനെ കുറിച്ചും ശ്രീ പിണറായി വിജയൻ പറയുന്നു. അതെ അതെ. മറ്റെല്ലാ കാര്യത്തിനും കമന്നു കിടന്ന് ബംഗാളിൽ പോയി ബീഹാറിൽ പോയി ന്യായീകരിച്ചതിന് ശേഷം നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ ഞാൻ പറഞ്ഞു കഴിയട്ടെ അപ്പൊ അങ്ങനെ ചോദ്യത്തിന് മറുപടി പറയാമല്ലോ. ചോദ്യത്തിന് മറുപടി വേണ്ട. ശാക്കര മിണ്ടല്ലേ, ശാക്കര പറയട്ടെ. അവിടെ ഒന്നും വെച്ചേക്കല്ലേ. അപ്പോ അങ്ങനെയുള്ള വി ഡി സതീശനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് താങ്കൾക്ക് മറുപടി ഇല്ല, ഉരുളുകയാണ്. താങ്കൾ വെളുപ്പിക്കാനായിട്ട് പെയിന്റ് എത്ര കൊണ്ടുവന്ന് അടിച്ചാലും താങ്കൾ പറയുന്നത് താങ്കൾ പ്രതിരോധത്തിലായി സമ്മതിച്ചില്ലേ? ആ മറുപടിയാണ് അല്ലല്ല, ഈ അവസരം കളഞ്ഞ സ്ഥിതിക്ക് അടുത്ത അവസരത്തിൽ പറയും. ഈ അവസരം കളഞ്ഞ സ്ഥിതിക്ക് ഷാക്കറെ അതിനുള്ള മറുപടി ഇപ്പോൾ പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഗോൾവൽക്കറുടെ കാര്യത്തിൽ ഇതുവരെ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ മറുപടി ഓർത്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. അല്ല, മറുപടി ഓർത്തിട്ടുണ്ടെങ്കിൽ പറയാം. 2006-ലെ ഇൻസിഡന്റിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് 2013-നെ പറ്റി പറയുന്നു. ഷാക്കിർ ഇപ്പോഴും ഉരുളുകയാണ്. അത് തന്നെയാണ് പ്രശ്നം. എന്റെ ചോദ്യം ലളിതം. 2006-ൽ ഗോൾവൽക്കറുടെ ജന്മശതാബ്ദിയിൽ വി ഡി സതീശൻ പോയിട്ടുണ്ടോ? അതിന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ആ ചിത്രം AI ജനറേറ്റഡ് ആണോ? അത് ഫേക്ക് ആണോ? ആണെങ്കിൽ നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് എടുക്കുമോ? ഇതാണ് ചോദ്യം. അതല്ലെങ്കിൽ ശ്രീ വി ഡി സതീശൻ ഗോൾവൽക്കറുടെ അന്നത്തെ ആ ചടങ്ങിൽ എന്തിനു പോയി എന്നതിനെ കുറിച്ച് ഷാക്കിർ ഇത് പറഞ്ഞാൽ മതിയേ. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. കാരണം ഗോൾവൽക്കർ അന്നത്തേക്ക് ഇല്ല, പണ്ടായിരുന്നു. ഗോൾവൽക്കർ ഈ വിചാരധാര പുസ്തകം എഴുതിയിരിക്കുന്നത് പണ്ടായിരുന്നു. അന്നായിരുന്നു ഈ അദ്ദേഹം സർസംഘചാലകായിരുന്ന സമയത്തായിരുന്നു ഗാന്ധി വധം. അതിനുശേഷമാണ് RSS അത് നിരോധിച്ചത്. അതിനുശേഷം നിരോധനം നീക്കിയപ്പോഴും അദ്ദേഹമാണ്. പിന്നീട് അടിയന്തരാവസ്ഥ വരുന്ന സമയത്തേക്ക് മാത്രമേ ആള് മാറുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ 32 വർഷം അവിടെ ഇരുന്നത് ഗോൾവൽക്കറാണ്. അപ്പൊ 2006-ലും 2013-ലും സതീശന് ഗോൾവൽക്കറെ അറിയാഞ്ഞിട്ടാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ഷാക്കിർ അതിന് മറുപടി പറയാതെ ഷാക്കിർ ഉടനെ എന്തുകൊണ്ട് വരും? സുഗതനിലേക്ക് ഓടും. ഷാക്കിർ അതിന് കഴിഞ്ഞ് തിരിഞ്ഞു വന്നിട്ട് സെൻകുമാറിലേക്ക് പോകും. ഞാൻ പറഞ്ഞു, ഷാക്കിർ അവിടെ നിൽക്ക്, നമുക്ക് ഈ ഒരു വിഷയം തീർത്തിട്ട് പോകാം. നമ്മുടെ വിഷയം ഇവിടെ RSS ആണല്ലോ. വെള്ളം പൂശാൻ ശ്രമിക്കല്ലേ? നിങ്ങളല്ലേ സതീശനെ പൂശിയ? ഞാൻ ഇന്നേ വരെ RSSന്റെ പരിപാടി പോയിട്ടില്ലെന്ന്. ഞാൻ RSS സതീശൻ സതീശൻ എന്തിന് RSSന്റെ പരിപാടിയിൽ പോയി എന്നുള്ളൊരു മറുപടി ഉണ്ടോ സാർ? എനിക്ക് വ്യക്തിപരമായിട്ട് ശ്രീ വി ഡി സതീശനെ അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് കുടുംബസമേതം അദ്ദേഹത്തിനെ കണ്ടതാണ്. എനിക്ക് അദ്ദേഹത്തിനോട് നല്ല ബന്ധമാണ്. അദ്ദേഹത്തിന് RSSനോട് അങ്ങനെ ഒരു വെറുപ്പോട് കൂടി ചിന്തിക്കുന്ന ഒരാളെ അല്ല എന്ന് എനിക്ക് വ്യക്തിപരമായി ബോധ്യമുണ്ട്. അതാണ് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ. ഇതിപ്പോ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് പറയുന്നത് നീ ഒന്നും പണയണ്ട. നിങ്ങൾ എന്തൊക്കെ വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാലും കോൺഗ്രസിനെ തിരിച്ചു കുത്തുന്ന കാര്യം എന്താണെന്നറിയോ? ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അധികാരമുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് PM ശ്രീ നടപ്പാക്കി എന്നുള്ളതാണ് പ്രശ്നം. മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ? ഇതെല്ലാം കാവ്യവൽക്കരണമല്ലേ ചേട്ടാ? PM ശ്രീ നടപ്പാക്കിയ കാവ്യവൽക്കരണം ഇല്ല. VC പോയി പങ്കെടുത്താൽ മാത്രമേ കാവ്യവൽക്കരണം ഉള്ളൂ. അതെന്താ? ഇതാണ് സ്കീം. അപ്പൊ ഇതാണ് കോർ കാവ്യവൽക്കരണം. തെലങ്കാനയിലെ 800-ലധികം സ്കൂളുകളിലെ PM ശ്രീ നടപ്പാക്കിയപ്പോൾ ആരാണ്? രേവന്ത് റെഡ്ഡി അല്ലേ? ഹിമാചൽ പ്രദേശിൽ സുഖ്വീന്ദർ സുഖു ഭരിക്കുന്ന സമയത്തല്ലേ 180-ലധികം സ്കൂളുകളിൽ PM ശ്രീ ആയത്? രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 400-ലധികം സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കി. പിന്നീട് വന്ന സർക്കാരിന് 200 ചില്ലുവാനും സ്കൂളുകളിൽ നടപ്പാക്കിയാൽ മതിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ സ്ഥലത്തും PM ശ്രീ നടപ്പാക്കാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടില്ല. ബിനോയ് വിശ്വത്തിന്റെ പ്രശ്നമാണെങ്കിൽ ബിനോയ് വിശ്വമാണോ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നെഞ്ചും പിരിച്ചിട്ട് ഇത് നടപ്പാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? ഈശ്വര, ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല. എന്ത് കാര്യങ്ങളാണ് താങ്കൾ ഈ പറയുന്നത്? നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് അടിച്ചുപോയി. ഇനി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പൈസ വേണമെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ ഇൻഫ്ര നന്നായിട്ട് പോകണമെങ്കിലും ഇത് കിട്ടിയേ പറ്റൂ. അപ്പൊ നിങ്ങൾ ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന ഉണ്ട വിഴുങ്ങി ചാവണോ അതോ ഇവിടെയുള്ള പിള്ളേർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരിക. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അപ്പൊ അന്നേരം നിങ്ങൾ ഈ പറയുന്ന പോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങളുടെ എല്ലാവരുടെയും താല്പര്യത്തിനെ സംരക്ഷിക്കാനാണ് നിൽക്കുന്നെങ്കിൽ ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാറിനോട് പറയുന്നു, ഇവിടെ PM ശ്രീ നടപ്പാക്കൂ, അതിന് പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാവ്യവൽക്കരണം വന്നതിന് ശേഷം എന്തെങ്കിലും ഒന്ന് പ്രശ്നം ഉണ്ടായിപ്പോയോ? എനിക്കറിയില്ല. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, താങ്കൾ ഇപ്പോഴും സതീശൻ ഗോൾവൽക്കറുടെ പരിപാടിയിൽ പോയതിനെ പറ്റി പറഞ്ഞിട്ടില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?